ഏതാനും ദിവസങ്ങളായി അക്രമകാരിയായ ചക്കക്കൊമ്പൻ ചിന്നക്കനാൽ സിംഗ്കണ്ടം മേഖലയിൽ തന്നെ തുടരുകയാണ്. രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങും. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പന്നിയാറിലെ റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. 301-ലും വീടിന് നേരെ ആക്രമണമുണ്ടായി. രാത്രിയിൽ വീട്ടുകാർ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് സിംഗ്കണ്ടം നിവാസിയായ മനോജിന്റെ വീടിന്റെ ഭിത്തിക്ക് നേരെ ചക്കക്കൊമ്പൻ ആക്രമണം നടത്തിയത്. കാട്ടാന എന്തൊക്കെ നാശം വിതച്ചാലും വനം വകുപ്പിൽ നിന്ന് തുച്ഛമായ നഷ്ടപരിഹാരം മാത്രമാണ് കർഷകന് ലഭിക്കുന്നത്. മതിയായ ഫണ്ടില്ലെന്നാണ് വനം വകുപ്പിന്റെ വാദം. ഇപ്പോൾ വീടിങ്ങനെ നിങ്ങൾ പൊളിച്ചിങ്ങനെ ഇട്ടേക്കുവാണ്. ഇപ്പോൾ ഫോറസ്റ്റുകാർ ഇപ്പോൾ കുറച്ച് മുമ്പ് വന്നിട്ടാണ് പോയത്. അവർ വന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾക്ക് ഫണ്ടില്ല, ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് ഫണ്ടില്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇപ്പോൾ അവർ ചെയ്തു തരുന്നതിന് അവർക്കൊരു പരിധി ഉണ്ടെന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾ കട്ട വെച്ച് തേച്ച് നന്നാക്കാം, ബാക്കിയുള്ള പണികൾ നിങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയാണ് ഇപ്പോൾ പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. ചക്കക്കൊമ്പനെ കൂടാതെ മുറിവാലിനും സിംഗ്കണ്ടത്തിറങ്ങുന്നുണ്ട്. അയൽ ഗ്രാമമായ ബിയൽ റാമിൽ മാസങ്ങളായി കാട്ടാന ശല്യമുണ്ട്. ആനയെ തുരത്താൻ നിയോഗിച്ചിരിക്കുന്ന RRT സംഘത്തിന് നല്ല ടോർച്ചുകൾ പോലും വിതരണം ചെയ്തിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. നിലവിൽ വനം വകുപ്പ് ഒരു പുതിയ RRT ടീമിനെ മൂന്നാർ മേഖലയിൽ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ 6 മാസക്കാലമായി സിംഗ്കണ്ടം മേഖലയിൽ RRT ടീമിന്റെ ഒരു സംവിധാനം എത്താറില്ല. ആ പാടെ ഇവിടുത്തെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും 4 ഗാർഡന്മാരും പിന്നെയുള്ള വാച്ചർമാരും അവരുടെ കയ്യിൽ ആകെപ്പാടുള്ള ചൈന മെയ്ഡ് ആയിട്ടുള്ള 4 ലൈറ്റ് മാത്രമാണ്. അതുകൊണ്ടൊന്നും ആനയോടിയിൽ നടക്കത്തില്ല. കൃത്യമായിട്ട് ഈ ആനയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി വനത്തിൽ എവിടെയെങ്കിലും നമ്പടിപ്പിക്കുന്ന സംവിധാനം ഉണ്ടാക്കണം. എങ്കിൽ മാത്രമാണ് ജനങ്ങൾക്ക് ഇവിടെ ശാശ്വതമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. വന്യജീവി ആക്രമണം പ്രതിരോധിക്കുമെന്നും നഷ്ടപരിഹാര വിതരണം വേഗത്തിലാക്കുമെന്നുമുള്ള സർക്കാർ പ്രഖ്യാപനങ്ങൾ വാഗ്ദാനത്തിൽ ഒതുങ്ങുകയാണ്. സിംഗ്കണ്ടം അടക്കമുള്ള മലയോര മേഖലയിലെ ജനജീവിതം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ദുഷ്കരവുമായി. മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം.